ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ 29ാമത്തെ നോമ്പിൻ്റെ വൈകുന്നേരം 5 മണി സമയത്ത് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് 29ൻ്റെ അന്ന് എല്ലാവരും വന്നിട്ടുണ്ടായി. പെങ്ങന്മാരും മാപ്പിളമാരും കുട്ടികളും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അനിയനും ഭാര്യയും വന്നിട്ടുണ്ടായി. അവരെ കുഞ്ഞും മക്കൾ പറയാനല്ല, ഒരു കുഞ്ഞേ ഉള്ളൂ, വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ടൗണിൽ പോയി വന്നതിൻ്റെ ശേഷം ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ഓരോ പണിയുണ്ട്. എല്ലാവരും അർജൻറ്റ് പണിയിലാണ്. ബാങ്ക് കൊടുക്കാനായി ഏകദേശം 5:30 മണി അങ്ങനെ ആയിട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ഞങ്ങളാക്കിയതിന് ചിക്കൻ റോളാക്കിയിട്ടുണ്ട്, മുട്ട പപ്സും ആക്കി, അതേപോലെ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം സെപ്പറേറ്റ് ആക്കി കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പായ് വിരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ടോട്ടൽ 15 കുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ ആരിസ്ക്കില്ല, പിന്നെ ഒരു അളിയാക്കില്ല, 2 ആളില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ 2 ഒഴിവേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ ഉമ്മ മരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 9ാമത്തെ ആണ്ടാണ് വരുന്നത്. ഈ ശവ്വാൽ ദുൽഹജ്ജ് 16-ന് അങ്ങനെ 16-ക്ക് 19ാമത്തെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിട്ടില്ല. റമദാൻ മാസം ഞങ്ങൾക്ക് നോമ്പിന് വീട് അടച്ചിട്ടിട്ടുണ്ടായി. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു സന്തോഷമാണ് കേട്ടോ. ഇതിന് നോമ്പിന് ആളുണ്ടാകുന്നത് തന്നെ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുക പറഞ്ഞാലാവില്ല. നോമ്പിന് അത്താഴത്തിനാവട്ടെ, നോമ്പ് തുറക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ആൾ കൂടിയിരിക്കുമ്പോഴുള്ള രസം വേറെ തന്നെയല്ലേ. റമദാൻ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം, എന്താ പറയുക. പക്ഷെ അത് കഴിഞ്ഞ് പോകുന്നതും അറിയില്ല നമുക്ക്. അങ്ങനെ ഒരു ദാരിദ്ര്യം ഇല്ലാത്തൊരു മാസമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു വിഭവം നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആക്കാനും ഉണ്ടാക്കാനും സന്തോഷത്തോടെ എല്ലാം കൊണ്ടും ഒരുക്കാണല്ലോ ഈ ഒരു മാസം കഴിഞ്ഞ് പോകാറുമ്പോൾ വളരെ സങ്കടമാണ്. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഈ കൊല്ലം ഫസ്റ്റൊന്നും ആർക്കും വരാനായിട്ടില്ല. നോമ്പ് 20 കഴിഞ്ഞ് പിന്നെയാണ് പുരയിൽ ആളായത്. ചെറിയ പെങ്ങൾ വന്ന് അതിൻ്റെ ശേഷം അങ്ങനെ ഓരോരുത്തർ വന്നു പോയോണ്ടുണ്ടായി. പിന്നെ എൻ്റെ ഉപ്പയമ്മയും വന്ന് നോമ്പ് തുറന്ന് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുക്കാൻ ടൈമായി. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ മക്കളെ, ഞങ്ങളെല്ലാ സാധനങ്ങളും സെറ്റാക്കി ഞങ്ങൾ പായ് വിരിച്ച് ഇരിക്കുന്നു. അപ്പോൾ ഇത് പായ് വിരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ 15 മക്കളുണ്ട്. അപ്പോൾ 15 മക്കളും ഒന്നിച്ചിരുന്ന് തിന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് പായ് വിരിക്കണം. എന്താണെന്ന് വെച്ചെങ്കിൽ മേശം ഇരുന്ന സംഗതി നടക്കില്ല. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും ഇരുന്ന് തിന്നാൻ റെഡിയായിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നോമ്പുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പിന്നെ എൻ്റെ ഷാലുവിനെ കാണുന്നുണ്ടായിട്ടില്ല. നോക്കുമ്പോൾ അതാ നടുക്ക് കയറിയിരുന്നതിന്. എന്തായാലും അങ്ങനത്തെ സമയത്തൊന്നും എല്ലാവരും കൂടുമ്പോൾ ഒന്നും എന്നെ അത്ര ഇടങ്ങാറാക്കലില്ല കേട്ടോ. പൊതുവേ കഴിയാണ്ടായ മാത്രമേ ഉള്ളൂ, എല്ലാത്തിനൊന്നും ഇടങ്ങാറാക്കലില്ല. അങ്ങനെ എന്താ ഉണ്ടായത്, ഇതാണ് നമ്മൾ നോമ്പുറക്കാൻ ഫ്രൂട്ട്സും പിന്നെ ബത്തക്ക ജ്യൂസ് അടിച്ച്, പിന്നെ അതേപോലെ ഷമാം ജ്യൂസ് കസ്റ്റേർഡ് ആക്കിയിട്ടുണ്ടായി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു